ഏറ്റവും ഒടുവിലിറങ്ങിയ ഉത്തരവിൽ 2 കേസുകളുമായി 5 പേരെ, 5 പേർ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരാണോ എന്ന കാര്യം അറിയില്ല. അതിന് കാരണം ഈ പറയുന്ന ഹൈ ലെവൽ ഗൂഢാലോചനയെ പറ്റി പറഞ്ഞ കൂട്ടത്തിലാണ് SITയുടെ റഡാറിലുള്ള 5 പേരെ പറ്റി പറഞ്ഞത്. നമ്മൾ ഉത്തരവിറങ്ങുമ്പോൾ കരുതിയത് ബാക്കി അറസ്റ്റുകളിലേക്ക് SIT കടക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. അവരിലേക്ക് കടക്കുന്നില്ല എന്ന് മാത്രമല്ല, അകത്തുള്ളവർ പുറത്തേക്കും പോവാ. എന്തോ എവിടെയോ പ്രശ്നമുണ്ടോ ശ്രീ ജോർജ് ജോസഫ്? അല്ല, അത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ നേരത്തെ മുതൽ പറയുന്നുണ്ടായിരുന്നു, ഈ തന്ത്രി എന്തിനാ ഇപ്പം കയറി അറസ്റ്റ് ചെയ്ത്? തന്ത്രി സ്വർണം മോട്ടിച്ചെന്നൊന്നും ഒരു ആരോപണം ഇതുവരെ ഒരു അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ല. അത് നമ്മൾ ഞാൻ ഹേസ്റ്റി അറസ്റ്റാണെന്ന് അന്ന് മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അറസ്റ്റ് ആവശ്യമുണ്ടായിരുന്ന തന്ത്രിയെ ഈ കേസിൻ്റെ അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം ആവശ്യമുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ മതിയായിരുന്നു. മറ്റുള്ളവർ സ്വർണം മോട്ടിച്ച പോലെ തന്ത്രി സ്വർണം മോട്ടിച്ചിട്ടില്ല. കാശ് 2.5 കോടിയൊക്കെ അവിടെ ഇവിടെ തന്ത്രിക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടുമെന്ന് അത് ഓഫറിംഗ് ആയിട്ട് അവിടുത്തെ ഭക്തർ വന്ന് കൊടുത്തതാണ്. അദ്ദേഹം അത് വാങ്ങിച്ചു കൂട്ടും. എത്രയോ കാലാകാലങ്ങളായി ഇഷ്ടം പോലെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ടാവുമെന്നാണ് എൻ്റെ കണക്കൂട്ടൽ. അതിനൊന്നും ഒരു കണക്കുമില്ല. അത് ഇവിടുത്തെ ഒരു ചട്ടമാണ്, പതിവാണ്. ശബരിമല ശാന്തിക്ക് ദാനം കിട്ടുന്നതാണ്. അതിനകത്ത് നമ്മൾ കൈയിടേണ്ട ആവശ്യമില്ല. അവിടുത്തെ ഭക്തർ കൊടുക്കുന്നതല്ലേ. അവിടെ ദേവന് കൊടുക്കുന്ന പോലെ ശാന്തിക്കാരനും കൊടുക്കും, അല്ലെങ്കിൽ അവിടുത്തെ തന്ത്രിക്കും കൊടുക്കും. അദ്ദേഹത്തിൻ്റെ പൈസ നഷ്ടപ്പെട്ട് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് തിരിച്ചു കിട്ടാനായിട്ട് സാധ്യതയില്ല. പൈസ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എതിരായിരുന്നു ആദ്യം മുതൽ. ജോർജ് ജോസഫ്, ആ 2.5 കോടി പോറ്റി സ്വർണം വിറ്റുണ്ടാക്കിയാന്ന് ഞാൻ പറഞ്ഞില്ല. നമ്മുടെ ഒരു കോമൺ മാൻ്റെ കൗതുകമാണ്. 2.5 കോടി നഷ്ടപ്പെട്ടിട്ടും നെവർ മൈൻഡായി ഇരിക്കണമെങ്കിൽ ഇവരുടെ ആസ്തി എത്രയാണെന്നുള്ളൊരു ഒരു സാധാരണക്കാരെ കോമൺ മാൻ സംശയം ഉന്നയിച്ചു വന്നേ ഉള്ളൂ ശ്രീ ജോർജ് ജോസഫ്. അല്ലാതെ സ്വർണ്ണം അടിച്ചു മാറ്റി പൈസ ഉണ്ടാക്കി ഞാൻ പറഞ്ഞില്ല. അല്ല, അതിന് ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് അതിൻ്റെ സമയം കളഞ്ഞപ്പോഴും അതിന് റിമാൻഡ് അപേക്ഷ കൊടുക്കുമ്പോഴും ഒക്കെ അതിന് പകരം മഹാന്മാരായ 5 പേരുടെ കാര്യം ഹാഷ്മി പറഞ്ഞല്ലോ, അറസ്റ്റ് ചെയ്തുകൂടായിരുന്നു. ആ സമയം വെറുതെ കളഞ്ഞെന്തിനാണ്? അങ്ങനെയാണ് ഇവർ ജാമ്യത്തിനും ആരും പോവില്ലായിരുന്നല്ലോ. അവിടെ ഒരു SITക്ക് ഒരു വലിയൊരു അത് എന്തുകൊണ്ട് രാഷ്ട്രീയപരമായിട്ടാണോ അത് ചെയ്തത് എന്താണെന്ന് അത് സംശയം തന്നെയാണ്. ഞാനാണെ അറസ്റ്റ് ചെയ്യത്തില്ല. HT ആയിട്ടുള്ളൊരു അറസ്റ്റ് പാടില്ലായിരുന്നു. അവസാനം വേണമെങ്കിൽ എന്തെങ്കിലും രീതി പുള്ളി ഇതിനകത്തൊരു കോൺട്രിബ്യൂഷൻ വല്ലതും ഈ കള്ളക്കളിയിൽ ഉണ്ടെങ്കിൽ അത് ലാസ്റ്റ് മതിയല്ലോ. ഇപ്പം കയറി അറസ്റ്റ് ചെയ്തതാണ് ഈ കേസിന് ഏറ്റവും വലിയ ഒരു ക്ഷതമേറ്റിരിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. ആദ്യം പോലെ അത് തന്ത്രി ആരാന്ന് എനിക്ക് അറിഞ്ഞൂടെ, കണ്ടിട്ടുമില്ല. പക്ഷേ ആ അറസ്റ്റ് ആവശ്യമില്ലാത്ത ഒരു അറസ്റ്റ് തന്നെയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.